ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാമിസ് ആണ്. യെസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് റൊട്ടേഷൻ അല്ലെങ്കിൽ എന്താണ് ഭ്രമണം, അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും ഇവിടെ ഒരു സംഭാഷണം അല്ലെ, വീഡിയോ കോൾ ചെയ്യാണ് അല്ലെ. അതായത് നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയുണ്ട്, മകൻ വേറൊരു കൺട്രിയിലാണ്, വേറൊരു രാജ്യത്താണ് കേട്ടോ. അപ്പൊ അവർ തമ്മിലുള്ള വീഡിയോ കോൾ സംഭാഷണമാണ് നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് അല്ലെ. അതിൽ പറയുന്നത് എന്താ? യെസ്, അച്ഛാ ഞാനിപ്പോ അത്താഴം കഴിച്ചതേ ഉള്ളൂ, ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാ അല്ലെ. അത്താഴം കഴിച്ചു അല്ലേ, നൈറ്റിലേക്കുള്ള അത്താഴം കഴിച്ചു കേട്ടോ. അപ്പൊ അച്ഛനും അമ്മയും പറയാം, മോന് സുഖല്ലേ, ഞങ്ങൾ ഇവിടെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ തുടങ്ങുക. അപ്പൊ ഇവൻ പറയാണ്, ഞാൻ അത്താഴം കഴിച്ചതേ ഉള്ളൂ, രാത്രിത്തെ അത്താഴം കഴിച്ചതേ ഉള്ളൂ, ഇനി ഉറങ്ങാൻ പോവാണെന്ന്. അപ്പുറത്തുനിന്ന് അച്ഛനും അമ്മയും പറയുന്നത് എന്താ? യെസ്, മോനക്ക് സുഖമല്ലേ, ഞങ്ങൾ ഇതാ രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ പോവാ അല്ലെ. എന്തുകൊണ്ടായിരിക്കും ഒരു സ്ഥലത്ത് രാത്രിയും ഒരു സ്ഥലത്ത് പകലും അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് കാണാം? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അതായത് ഒരു സമയത്ത് വേറൊരു കൺട്രിയിൽ എന്താണ്, അവിടെ രാത്രിയാണ്, വേറൊരു സ്ഥലത്ത് എന്താണ്, യെസ് പകലാണ്. അത് എന്തുകൊണ്ടാണ്? അതിന്റെ റീസൺ ആണ് നമുക്ക് റൊട്ടേഷനിലൂടെ പറയാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്തുകൊണ്ടായിരിക്കും ഈ രണ്ട് സ്ഥലങ്ങളിൽ എന്താ ഒരിടത്ത് രാത്രിയും ഒരിടത്ത് പകലും ആവാൻ കാരണം എന്താണെന്നാണ് അല്ലെ. എന്തായിരിക്കും? കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കണ്ടോ, ഭൂമിയുടെ ഒരു ഭാഗത്ത് പകൽ, ഒരു ഭാഗത്ത് രാത്രി, നൈറ്റും ഇവിടെ നൈറ്റും ആണ് അല്ലെ. ഇവിടെ നൈറ്റ് ആണ്, ഇവിടെ എന്താണ്, യെസ് ഡേ ആണ് അല്ലെ. അപ്പോ നിങ്ങൾ ഒരു സൂര്യൻ, അതായത് നിങ്ങൾ ഒരു ഗ്ലോബ് എടുക്കുക, നമ്മളൊരു ഗ്ലോബ് എടുക്കുക. അപ്പൊ ഗ്ലോബ് അറിയില്ലേ, ഗ്ലോബിന്റെ മേത്തേക്ക് ഇങ്ങനെ നമ്മളൊരു ടോർച്ച്, ഇങ്ങനെ ഗ്ലോബ് ഇങ്ങനെ കറക്കുക, എന്നിട്ട് ടോർച്ച് അടിക്കുക. അപ്പോ ഗ്ലോബിന്റെ ലൈറ്റ് ഏത് ഭാഗത്താ? ഈ ഗ്ലോബ് ഇങ്ങനെ പിടിക്കുമ്പോൾ ഗ്ലോബിന്റെ ലൈറ്റ് എവിടെയാണോ ആ ഭാഗം എന്താ, ഡേ ആണ് അല്ലെ. മറ്റേ ഭാഗം ഇരുണ്ട് കിടക്കൂലേ, അവിടെ നൈറ്റ് ആണ് അല്ലെ. അപ്പൊ എന്താണ്, നമ്മളിങ്ങനെ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, അതായത് ഭൂമിക്ക് ഗോളാകൃതിയാണല്ലോ. ഭൂമിയുടെ ഒരു പകുതിയിൽ, അതായത് ഒരു ഭാഗത്ത് മാത്രം ഭൂമി ഇതാ ഈ ഒരു സൈഡിൽ മാത്രമായിരിക്കും സൂര്യപ്രകാശം ലഭിക്കും. ഭൂമി ഇങ്ങനെ വട്ടത്തിലാണല്ലോ, പക്ഷെ ഭൂമിയുടെ ഒരു ഭാഗത്തേക്ക് മാത്രമേ നമുക്ക് സൂര്യപ്രകാശം കിട്ടുള്ളൂ അല്ലെ. അപ്പൊ എവിടെയാണോ സൂര്യപ്രകാശം ആ സമയത്ത് കിട്ടുന്നത്, ആ ഒരു ഭാഗം എന്തായിരിക്കും, ഡേ ആയിരിക്കും, പകലായിരിക്കും. ഓക്കെ, മറ്റേ പകുതിയിൽ എന്താ, ഇരുട്ടാണ് അനുഭവപ്പെടുക. ഓക്കെ, അതിന് കാരണം റൊട്ടേഷൻ ആണ്. അതാണ് മിസ് പറയാൻ പോകുന്നത്. ഓക്കെ, നോക്കിക്കോ. സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് സൂര്യപ്രകാശം അല്ലെ. സൂര്യന്, അതായത് ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലെ. അപ്പൊ സൂര്യന് അഭിമുഖമായിട്ട് ഭൂമിയുടെ ഏത് ഭാഗമാണോ വരുന്നത്, അവിടെ എന്താണ്, അവിടെ ഡേ ആയിരിക്കും, അവിടെ പകലായിരിക്കും, അവിടെ വെളിച്ചം ഉണ്ടാവും അല്ലെ. അപ്പൊ മറ്റേ സൈഡ് എന്തായിരിക്കും, ഇരുട്ടായിരിക്കും. ഓക്കെ, മറുഭാഗത്തെ സൂര്യപ്രകാശം എത്തുന്നതിനാൽ അവിടെ എന്താണ്, രാത്രി ആയിരിക്കും. അതാണ് പറയുന്നത്. ഓക്കെ, thus the night and day alternate on the earth because of the rotation of the earth. ഇതിന് കാരണം എന്താണ്? റൊട്ടേഷൻ ആണ്, ഭ്രമണമാണ്, ഭൂമിയുടെ ഭ്രമണമാണ് ഇതിന് കാരണം. അതായത് ഇത്തരത്തിൽ ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി വരാനുള്ള കാരണം എന്താണ്? റൊട്ടേഷൻ ആണ് അല്ലെ, ഭ്രമണമാണ് അതിന് കാരണം എന്നാണ് പറയുന്നത്. ഭൂമി എന്താണ്, അതിന്റെ സാങ്കല്പിക അച്ചുതണ്ട്, ഒരു ഇമാജിനറി ആക്സിസിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഭൂമിയിൽ ഡേയും നൈറ്റും മാറി മാറി വരുന്നത്. കാരണം നമ്മുടെ ഭൂമിക്ക് ഗോളാകൃതിയാണ് അല്ലെ. ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭൂമിയുടെ ഒരു ഭാഗം സൂര്യപ്രകാശം ഏത് ഭാഗത്താണോ ഉള്ളത് അവിടെ എന്തായിരിക്കും, ഡേ ആയിരിക്കും, മറ്റേ ഭാഗത്ത് നൈറ്റ് ആയിരിക്കും. ഓക്കെ, ഭൂമിക്ക് ഭൂമി ഇങ്ങനെ ഒരു ഭ്രമണം ഇങ്ങനെ പൂർത്തീകരിക്കുക അല്ലെ, റൊട്ടേഷൻ പൂർത്തീകരിക്കാൻ എത്രയാ, 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡ് സമയമാണ് ആവശ്യം. ഇതാണ് ഒരു ദിവസം എന്നറിയപ്പെടുന്നത്. അതാണ് റൊട്ടേഷൻ. അതുകൊണ്ടാണ് ഭൂമിയിലെ രാത്രിയും പകലും മാറി മാറി വരുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.